ആയിട്ടുള്ള ചോക്കോ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ. ഫസ്റ്റായിട്ട് വേണ്ടത് കസ്റ്റർഡ് പൗഡറാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൊക്കോ പൗഡറാണ് വേണ്ടത്. അതും ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആഡ് ചെയ്യുന്നത് ഡാഷ് ഓഫ് മിൽക്കാണ്. ദെൻ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര ഷുഗർ വേണം അതനുസരിച്ച് ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ മിൽക്ക് കൂടിയും പോർ ചെയ്ത് ഒന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിസ്ക് യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ മിക്സ് ഒന്ന് ഹീറ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റവ് ഓണാക്കി ഞാൻ ഒരു പാൻ ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിടാം. ഇത് തിക്ക് കൺസിസ്റ്റൻസി ആവുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി മിൽക്ക് പോർ ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ കൈ വിടാതെ ഇതേപോലെ ഇളക്കണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഒരു ട്രേയിൽ ബിസ്ക്കറ്റൊക്കെ ലെയർ ആക്കി വെക്കുകയാണ്. ഇനി സെക്കൻഡ് ലെയർ ആയിട്ട് ഈ ഒരു മിക്സ് ഇതിൽ പോർ ചെയ്യുക. നെക്സ്റ്റ് ബൗളിൽ ആഡ് ചെയ്യുന്നത് ഫ്രഷ് ക്രീമാണ്. പിന്നെ ഷുഗറിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് ഞാൻ വിസ്ക് യൂസ് ചെയ്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ ആട്ടോ ചെയ്യുന്നുള്ളൂ. ബീറ്റർ യൂസ് ചെയ്താലും മതി, അപ്പോൾ തിക്കായിട്ട് കിട്ടും. ഇനി ഈ ഒരു മിക്സ് ഇതിലേക്ക് പോർ ചെയ്ത് ഇനി ഒരു മെഷ് സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് കൊക്കോ പൗഡർ സ്ലൈറ്റായിട്ടൊന്ന് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ളൊരു ലുക്കും കിട്ടും. അതേപോലെ ഒരു ആഡഡ് ഫ്ലേവറും കൂടിയാണ്. ഇനി ഒരു ബിസ്ക്കറ്റും കൂടി ഇതേപോലെ വെച്ചെടുത്ത് ഒന്ന് ഫ്രീസ് ചെയ്യണം. അപ്പം ഞാൻ ഓവർനൈറ്റ് വെച്ചിരുന്നു. സോ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.